കേരള എൻജിഒ യൂണിയൻ പൊന്നാനി ഏരിയ ജനറൽ ബോഡി യോഗം മാസ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ചേർന്നു. എൻജിഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി വി.കെ. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സർവീസ് മേഖലയിൽ കേന്ദ്ര സർക്കാർ തുടരുന്ന ജനവിരുദ്ധ നയങ്ങൾ മൂലം ജീവനക്കാർ നേരിടുന്ന പ്രശ്നങ്ങളും മറ്റ് സർവീസ് കാര്യങ്ങളും സമഗ്രമായി ചർച്ച ചെയ്തു. ജനറൽ ബോഡി യോഗം എൻജിഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി വി.കെ. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഒരു ജനകീയ സമരമായി ഇന്ത്യയുടെ സമര ചരിത്രത്തിൽ നവംബർ 26 കർഷകരുടെയും തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും ഇതര വിഭാഗം ആളുകളും പങ്കെടുത്ത ഈ സമരം മാറിക്കഴിഞ്ഞു. ആ ദിവസമാണ് നമ്മളിവിടെ ഏരിയ ജനറൽ ബോഡി യോഗം ചേർന്നത്. അതുകൊണ്ട് തന്നെ അതിനെ സിവിൽ സർവീസിലെ ജീവനക്കാർ എന്തിന് അഭിവാദ്യം ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സിവിൽ സർവീസിലെ ജീവനക്കാരെല്ലാവരും പണ്ട് 2002 ആന്റണിയോട് പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും കർഷകരുടെ മക്കളാണ്, കർഷക തൊഴിലാളിയുടെ മക്കളാണ്, തൊഴിലാളികളുടെ മക്കളാണ്. അത് കാഴ്ചപ്പാടിന്റെ മാത്രം അടിസ്ഥാനത്തിലല്ല, ഈ ജനങ്ങൾക്ക് വേണ്ടി, ഈ കർഷകർക്ക് വേണ്ടി, ഈ തൊഴിലാളികൾക്ക് വേണ്ടി, കർഷക തൊഴിലാളികൾക്ക് വേണ്ടിയാണ് കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സിവിൽ സർവീസ് നിലനിൽക്കുന്നതും നിലനിൽക്കേണ്ടതും. അതിനകത്താണ് നമ്മൾ ഈ പ്രയോഗം പറയുന്നത്. കാര്യക്ഷമവും അഴിമതിരഹിതവുമായ സിവിൽ സർവീസ് എന്ന മുദ്രാവാക്യം വെക്കുന്നത് അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണം എന്നുള്ളത് കൊണ്ട്, ജനങ്ങൾക്ക് വേണ്ട ദിവസം വരെ മാത്രമേ, ഒരു സംശയം വേണ്ട, സിവിൽ സർവീസ് ഉണ്ടാവുകയുള്ളൂ. ജനങ്ങൾക്ക് വേണ്ട എന്ന് വരുന്ന അന്ന് സിവിൽ സർവീസിന്റെ സേവനം വേണ്ട എന്ന് പറയും. ഇന്ത്യയിൽ 60 ലക്ഷം ഒഴിവുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. എന്താ മുദ്രാവാക്യം? ഇന്ത്യയിൽ പാവപ്പെട്ട ജീവനക്കാർ, നാട്ടുകാർക്ക് തൊഴിലില്ല എന്നുള്ളതാണ്. ഏരിയ പ്രസിഡന്റ് ടി ജമാലുദ്ദീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏരിയ സെക്രട്ടറി CP അജേഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി PK സുഭാഷ്, K അരുൺലാൽ, K രതീഷ്, ഉഷാകുമാരി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അൻഷാദ്, പ്രവീഷ് ബാബു, രാജ്കുമാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ജില്ലാ സെക്രട്ടറി ചർച്ചയ്ക്ക് മറുപടിയും പറഞ്ഞു. പേജ് ന്യൂസ് പൊന്നാനി. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.